ഞങ്ങളുടെ അന്വേഷണത്തിൽ ഏതാണ്ട് 3 മണിക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് കാരണം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ടാങ്കിൽ ഇന്ധനം നിറഞ്ഞതിൻ്റെ ഭാഗമായി അത് മനസ്സിലാക്കാതെ പുറത്തേക്ക് ഒഴുകിയത് കൊണ്ടാണ്, ചോർച്ച കൊണ്ടല്ല എന്നാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അങ്ങനെ തന്നെയാണോ ഉണ്ടായത്, അല്ല ചോർച്ചയുണ്ടോ? അത് നമുക്ക് ഉറപ്പ് വരുത്തണം. അത് ഉറപ്പ് വരുത്തണമെങ്കിൽ കുറേ കൂടി വിദഗ്ധന്മാരുടെ പരിശോധനയും പിന്നെ ഇതും ആവശ്യമുണ്ട്. അത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക നിലവാരത്തിൽ തന്നെയും ഗവൺമെൻറ് നിലവാരത്തിൽ തന്നെയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നാണ് ഇപ്പോൾ നടന്ന ചർച്ചയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള നിഗമനം. ഇതിന് മെക്കാനിക്കൽ ഫെയിലിയറും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അതെന്താണ്, എങ്ങനെയാണ് അതിൻ്റെ പരാജയമെന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്ത് സംഭവിച്ചതാണെന്ന് നമുക്ക് നാട്ടുകാർക്ക് അറിയണം. ഇത് പരിഹരിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ കൃത്യമായ ഒരു അറിവ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാവുകയും വേണം. അതുകൊണ്ടാണ് കുറച്ചുകൂടി വിദഗ്ധന്മാരടങ്ങിയ ഒരു സംഘത്തെ ഈ പ്രവർത്തനം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിയമങ്ങൾ എന്നിവ പ്രകാരം കേസെടുക്കാനും ഉദ്ദേശിക്കുകയാണ്. സെക്ഷൻ പ്രകാരം ഇപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ വരുന്നത് നാട്ടുകാരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നമാണ്. ഈ ജലം എവിടെയൊക്കെ പോയിട്ടുണ്ടാവും? അത് ചിലപ്പോൾ നമ്മുടെ കിണറ്റിൽ വന്നിട്ടുണ്ടാവും, ജലസ്രോതസ്സുകളിൽ വന്നിട്ടുണ്ടാവും. അത് പലരും ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ, ഇവിടുത്തെ ജനങ്ങൾ ഉത്കണ്ഠപ്പെട്ടതുപോലെ, മാധ്യമങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നതുപോലെ അത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്കും ബോധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായും ഇത് ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കുന്നതിന് ഒരു പുതിയ സംവിധാനം ഇപ്പോൾ ഉണ്ട്. ഒരു പ്രത്യേക കെമിക്കൽ കൊണ്ടുവന്ന് ആ കെമിക്കൽ ഈ വെള്ളത്തിൽ കലർത്തി ആ കെമിക്കലിൻ്റെ സഹായത്തോടുകൂടി വെള്ളം ശുദ്ധീകരിക്കുന്നൊരു നടപടിയിലേക്ക് പോകാനാണ്. അപ്പോൾ ആ കെമിക്കൽ ഇന്ന് രാത്രിയോടുകൂടി ഇവിടെ എത്തും. നാളെ രാവിലെ തന്നെ ആ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള നടപടികളും സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. പിന്നീട് ഇതിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച സുതാര്യത ഉറപ്പുവരുത്തണം, സുരക്ഷ ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്താൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഉന്നത തലത്തിലുള്ള ഇവരുടെ ഹെഡ്ക്വാർട്ടറുമായിട്ടുള്ള കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവുമായിട്ടുള്ള ബന്ധപ്പെടലിലൂടെ നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ മാനേജ്മെൻറ്റിനോട് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളിതൊന്നും ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാതെ അവരോട് സത്യം പറഞ്ഞ് കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു മെക്കാനിസമാണ് നല്ലത്. അല്ലാതെ ഇങ്ങനെ അടച്ചുപൂട്ടി ആരെയും ഒന്നും അറിയിക്കാതിരുന്നാൽ കൂടുതൽ സംശയത്തിനാണ് വഴിവെക്കുക. തുടർച്ചയായുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ജനങ്ങളിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ അവഗണിക്കാനുള്ള ശ്രമമാണ് കമ്പനിയുടെ ഭാഗത്തുണ്ടാകുന്ന ആരോപണം. അല്ല, അതാണ് ഞാൻ ഏറ്റവും മൃദുവായ ഭാഷയിൽ ഞാൻ പറഞ്ഞല്ലോ. അത് അങ്ങനെ അനുവദിക്കാൻ പറ്റുന്നതല്ല. അതൊരു നല്ല മാനേജ്മെൻ്റ് അല്ല. അതാരായിരുന്നാലും, നമ്മുടെ പരിചയമുള്ളവരായാലും അല്ലാതിരുന്നവരും അതൊരു നല്ല മാനേജ്മെൻ്റ് അല്ല. അപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല മാനേജ്മെൻറ്റാണ്. കാര്യങ്ങൾ നശിപ്പിക്കണമെന്നല്ല, കാര്യങ്ങൾ നല്ല നിലയിൽ പോകണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പോകണം. അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണിത്. എന്നാൽ താങ്കൾ പറഞ്ഞതുപോലെ നേരത്തെ മുതലേ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് ആക്ഷേപമുണ്ടായിരുന്നു. ഈ ആക്ഷേപം കേൾക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ഞാൻ MLA ആയിരുന്ന സമയത്താണ് അതുണ്ടായിരുന്നത്. അപ്പോഴും ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രിയാണ്. പക്ഷേ അതിൽ മന്ത്രി എന്ന അധികാരം ഉപയോഗിച്ചിട്ടൊന്നുമല്ല. അത് ഈ നാട്ടിൻ്റെ ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ, നാട്ടിലെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ആ കാര്യത്തിൽ ഗൗരവത്തിൽ തന്നെയാണ് ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പൊതുവായ നിലപാട്. ജില്ലാ ഭരണകൂടവും അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തു. ഇന്നലെ രാത്രി 8 മണി മുതൽ രാത്രി 1 മണി വരെ ഞാനും കളക്ടറുമായി ഇടക്കിടക്ക് സമ്പർക്കത്തിൽ. അപ്പോൾ എനിക്ക് തോന്നി കളക്ടർക്ക് ഇങ്ങനെ 1 മണിക്കൊക്കെ വിളിക്കുമ്പോൾ പ്രയാസമുണ്ടോയെന്ന് തോന്നി. പക്ഷേ
ഒരു പ്രയാസം ഉണ്ടായില്ല. അദ്ദേഹം എടുക്കുകയും വിവരങ്ങൾ ശേഖരിച്ച് യഥാസമയത്ത് എനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അതിനകത്ത് തോന്നുന്നത് ജില്ലാ ഭരണകൂടം മറ്റധികാരികൾ സമയോചിതമായി ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു നിരീക്ഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പോരായ്മയോ മറ്റെന്തെങ്കിലും വീഴ്ചയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ പരിശോധിക്കുന്നതിനുള്ള ഒരു നിലപാട് ജില്ലാ കളക്ടർ സ്വീകരിക്കും.